ഇപ്പോൾ വയനാടായതുകൊണ്ട് വെറുതെ ഇരുന്നപ്പോൾ ചെമ്പ്ര പീക്കിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അധികം പഠിക്കാതെയാണ് പോയത്, അതുകൊണ്ട് ചെറിയ ഒരു നിരാശയുണ്ടായി. പിന്നീട് അത് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും അത് പറ്റാതിരിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇനി കാര്യമായിട്ട് പറയാം. വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണ് ചെമ്പ്ര. പ്രധാനമായും ഇതിന്റെ മുകളിൽ ഹൃദയാകൃതിയിലുള്ള ഒരു തടാകമുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ചരിത്രപരമായ സവിശേഷതകളും ഒരുപാടുണ്ട്. ഗോത്രവർഗ്ഗക്കാരായ പാണിയർ, കുറിച്യർ, അടിയർ ഇവരൊക്കെ ഇവിടെ ആരാധന കേന്ദ്രമായി വിശ്വസിക്കുന്നു. സീതാദേവി പണ്ട് ഇവിടെ കുളിച്ചിരുന്നു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ഇനി ഇവിടേക്ക് പോകേണ്ടവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, അത് എനിക്ക് പറ്റിയ ആ ഒരു അബദ്ധം എന്ന് പറയാം. ട്രക്കിംഗ് വിഭാഗത്തിൽ മാത്രമേ നമുക്ക് ഇവിടെ മലമുകളിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് 800 രൂപയാണ് നിരക്ക് ടൂറിസം വകുപ്പിന്റെ. ഒറ്റ ആൾക്കാണ് ഈ നിരക്ക്. മറിച്ച് 50 രൂപ ടിക്കറ്റിൽ നമുക്ക് എൻട്രി വരെ പോകാൻ സാധിക്കും. എന്നാൽ അതും മനോഹരമായ ഒരു യാത്ര തന്നെയാണ്. എങ്കിലും അവിടെ എൻട്രി വരെ അതിനുശേഷം നമ്മളെ കടത്തിവിടില്ല. എനിക്ക് പറ്റിയൊരു അബദ്ധവും അത് തന്നെയാണ്. ഇനി വഴി പറയട്ടെ. കേരളത്തിൽ എവിടെ നിന്ന് വന്നാലും നമ്മൾ കോഴിക്കോട് ജില്ലയിലെത്തി താമരശ്ശേരി ചുരം കയറി മുകളിൽ കൽപ്പറ്റ ജംഗ്ഷനിൽ വന്നതിന് ശേഷം മേപ്പാടി എന്നൊരു സ്ഥലമുണ്ട്. മേപ്പാടിയിലേക്ക് 10 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. മേപ്പാടിയിൽ ചെന്നാൽ വീണ്ടും ഒരു 8-9 കിലോമീറ്റർ നമ്മൾ ഈ യാത്ര ചെയ്താൽ നമുക്ക് ചെമ്പ്ര പീക്കിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിമനോഹരമായ യാത്രയാണ്. നമുക്ക് എന്നും ഓർത്ത് വയ്ക്കാൻ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാം. ഇതുവരെ പോകാത്തവർക്ക് സ്വാഗതം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.